JDS നേതാവ് സൂരജ് രേവണ്ണയ്ക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമ കേസ്. കോവിഡ് കാലത്ത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ജോലിക്കാരൻ്റെ പരാതിയിലാണ് കേസെടുത്തത്. ആദ്യ കേസിൽ സൂരജ് അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. സൂരജ് രേവണ്ണയ്ക്കെതിരായിട്ടുള്ള രണ്ടാമത്തെ കേസാണിത്. ഇത് കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ജോലിക്കാരനായിട്ടുള്ള യുവാവാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. 3 വർഷം മുമ്പ് കോവിഡ് സമയത്ത് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് ആ യുവാവിൻ്റെ പരാതി. അതായത് സൂരജ് രേവണ്ണയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നതാണ് പരാതി. ഈ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ രണ്ടാമത്തെ FIR കൂടി രജിസ്റ്റർ ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂരജ് രേവണ്ണയ്ക്കെതിരെ നേരത്തെ ഒരു കേസുണ്ട്. അതായത് ജോലി തേടിയെത്തിയ യുവാവിനെ ഈ സൂരജ് രേവണ്ണയുടെ ഫാം ഹൗസിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്ന കേസിൽ സൂരജ് രേവണ്ണയെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടക്കുകയാണ്. അതിനിടെയാണ് കൂടെ ജോലി ചെയ്തിരുന്ന മറ്റൊരു യുവാവിൻ്റെ പരാതിയിൽ വീണ്ടും ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ് സൂരജ് രേവണ്ണയും അതോടൊപ്പം തന്നെ സഹോദരൻ പ്രജുൽ രേവണ്ണയും. ഇവർ 2 മുറികളിലായി അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ദേവഗൌഡ കുടുംബത്തിലെ 4 അംഗങ്ങളാണ് ഇത്തരം ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ട് നിലവിലുള്ളത്. അതായത് പ്രജുൽ രേവണ്ണ, പിതാവ് HD രേവണ്ണ, ഭവാനി രേവണ്ണ, ഇപ്പോൾ ഒടുവിൽ സൂരജ് രേവണ്ണ കൂടി ഇത്തരം കേസുകൾ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ FIR കൂടി സൂരജ് രേവണ്ണയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ.